നമസ്കാരം സനോജി. നമസ്കാരം. നമ്മുടെ ഇ ഡി റെയ്ഡ്, പിണറായി വിജയൻ്റെ വീട്ടിലെ ഇ ഡി റെയ്ഡ് വലിയൊരു മാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ആസൂത്രിതമായൊരു പദ്ധതിയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പല വിവരങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിവിശേഷം നോക്കുമ്പോൾ സനോജിക്ക് എന്ത് തോന്നുന്നു? ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക്? അല്ല, ഒറ്റ എപ്പിസോഡിൽ തീർക്കാമായിരുന്ന ഒരു സംഭവത്തെ വലിച്ചു നീട്ടി ഒരു മെഗാ സീരിയലാക്കിയിരിക്കുകയാണ് അണികളെല്ലാവരും കൂടി. അണികളെന്ന് പറയാൻ പറ്റില്ല, കാര്യം ഇന്നലത്തെ ചർച്ചയിൽ, ഇന്നലെ ഞാനും നമ്മുടെ ഹരിയും തമ്മിലെടുത്ത ചർച്ചയിൽ, ഇന്നലെ ഈ സംഭവവികാസങ്ങളുണ്ടായ ഉടൻ തന്നെ ഞങ്ങൾ ചർച്ച എടുത്തിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ പിണറായിയെ അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഇത്തരത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരാരും തന്നെ യഥാർത്ഥ CPM പ്രവർത്തകരല്ല, പാർട്ടി പ്രവർത്തകരല്ല. അവർ ഈ എന്താ പറയുക, ഡിഫയുടെ അല്ലെങ്കിൽ ഡിഫിയുടെ ഗുണ്ടകളാണ്. ഈ CPM തന്നെ പോറ്റി വളർത്തുന്ന ഗുണ്ടാ സംഘങ്ങളാണ്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ നവകേരള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കിയ മഞ്ഞ ടീഷർട്ട് ഇട്ട ബൗൺസർമാരെയൊക്കെ നമ്മൾ കേരളം ഇനിയും മറന്നിട്ടില്ല. അത്തരത്തിലുള്ള ചില ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവിടെയും. കാര്യം മിനഞ്ഞാന്നാണ് ഈ ഒരു കേസ് സംബന്ധിച്ച് ഇ ഡി കോടതിയിൽ നിന്നും അവർക്കനുകൂലമായ ചില രീതിയിലുള്ള വിധി ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ അതിനുശേഷമാണ് അവർ ഇത്തരത്തിൽ ഇന്നലെ പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഈ കോടതി വിധി മെനഞ്ഞാന്ന് 10 മണിയോടുകൂടി വരുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഏറെക്കുറെ ഈ റെയ്ഡ് നടക്കും എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഇവരും വലിയ രീതിയിലുള്ള ചില മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ കൃത്യമായ പ്ലാനിങ് തന്നെയായിരുന്നു ഈ ഒരു ആക്രമണമെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാവും. കാര്യം ഒട്ടനവധി കാര്യങ്ങൾ, ഒട്ടനവധി ഘടകങ്ങൾ ഇതിൽ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നവയാണ്. വളരെയധികം പ്ലാനിംഗ് ആയിട്ട് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ വന്ന് പരിശോധന നടത്തി തിരിച്ചു പോകുമ്പോൾ അവരെ ആക്രമിക്കുക. എന്ത് വന്നാലും അവരെ ആക്രമിക്കുക എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെ വന്ന ഒരു കൂട്ടരാണ്. അല്ലാതെ EP ജയരാജൻ പറയുന്നത് പോലെ ഗാന്ധിയൻ മെൻറ്റാലിറ്റിയിൽ വന്നിട്ട് ഒരു മോബ് പെട്ടെന്ന് വയലൻ്റ് ആയതൊന്നും അല്ല. അതെ. മാത്രമല്ല, ഇവർ ആദ്യം ചെയ്തത് എന്താണെന്ന് നോക്കൂ. മുട്ട എറിഞ്ഞിട്ട് ഈ ഗ്ലാസിൻ്റെ വിസിബിലിറ്റി, ഡ്രൈവറുടെ വിസിബിലിറ്റി മറയ്ക്കാൻ നോക്കുകയാണ്. അതായത് ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ തിരുട്ട് ഗ്രാമം പോലുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ചെയ്യുന്ന ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഹൈവേയുടെ ഓരങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ മുട്ടകൾ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് എറിയും. പെട്ടെന്ന് നമ്മളതൊന്ന് പാനിക്കായി വൈപ്പറിട്ട് കഴിയുമ്പോൾ നമ്മുടെ കാഴ്ച പൂർണ്ണമായിട്ടും പിന്നെ അടുത്ത സമയത്ത് ഒന്നുകിൽ ആ വണ്ടി അപകടത്തിൽപ്പെടും, അല്ലെങ്കിൽ ഇവർ കയറി ആക്രമിക്കും. ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത്. സമാനമായ ഇത് തന്നെയാണ് ഇവിടെയും അരങ്ങേറിയിരിക്കുന്നത്. ഇവർ ആദ്യം ഈ മുട്ട എറിഞ്ഞ്, ഗ്ലാസ്സിലേക്ക് മുട്ട വലിച്ചെറിഞ്ഞ് അപ്പോൾ അവരുടെ വിസിബിലിറ്റി മറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. തൊട്ട് പിന്നാലെ നമ്മൾ ആ വിഷ്വൽസ് വളരെ വ്യക്തമായിട്ടുണ്ട്. ചുടുകട്ട ഓങ്ങി അത് ഗ്ലാസ്സിൽ ഇടിച്ചു പൊട്ടിക്കുന്നു. ആ ഇടിച്ചു പൊട്ടിച്ച ഗ്ലാസ്സിനകത്തൂടെ അകത്തേക്ക് കൈയിട്ട് ഈ കല്ലുകൾ ഉപയോഗിച്ച് ഡ്രൈവറുടെയും അകത്തിരിക്കുന്നവരുടെയും മേലിൽ മർദ്ദിക്കാൻ ഉള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. അറ്റംപ്റ്റ് അവിടെ സംഭവിച്ചു. ഡ്രൈവറുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്നിപ്പോൾ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മേയർ VV രാജേഷിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ഒരു അന്വേഷണവുമായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ ഇങ്ങനെ ഒരു അക്രമ സംഭവം നടക്കുമ്പോൾ അത് തിരുവനന്തപുരത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സനോജി, ഒരു കാര്യം, ഈ ആസൂത്രിതമായിരുന്നു എന്ന് പറയുന്നതിൽ ഈ മുട്ടയെറിഞ്ഞ വ്യക്തി ഇപ്പോഴും പിടിയിലായിട്ടില്ല. IP ബിനു എന്ന മുൻ കൗൺസിലർ. അതാണ് ഇപ്പോൾ ഈ CPMൻ്റെ ചില പ്രഖ്യാപിതമായ അവരുടേതായ ചില നയങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ് ഈ കേസിലും അവർ ആവർത്തിച്ചിരിക്കുന്നത്. ന്യായീകരണ ക്യാപ്സ്യൂളുകൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരിവരിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇരകളായി നിർത്താൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരെ പോലീസിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തേക്കാണ്. ബാക്കിയുള്ള യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും അറസ്റ്റിലാകാതെ അകത്തിരിക്കുകയാണ്. ഇപ്പോൾ IP ബിനുവിനെ നമുക്കറിയാം. IP ബിനുവിൻ്റെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞാണ്. ഈ തിരുവനന്തപുരത്തെ BJPയുടെ ജില്ലാ ഓഫീസ് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ IP ബിനുവിൻ്റെ പേര് മുമ്പും ഉയർന്നു കേട്ടതാണ്. തീർച്ചയായിട്ടും. കുന്നുകുഴി വാർഡിൽ AKG സെൻ്റർ ഇരിക്കുന്ന വാർഡിലെ കൗൺസിലറായിരുന്നു അദ്ദേഹം മുമ്പ്. തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് ആഹ്വാനം നടത്തുന്ന ചില വിഷ്വൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ തന്നെയുമല്ല, ഈ മുട്ട എറിയുന്നതിൻ്റെ ഒരു പ്രധാന വ്യക്തി അദ്ദേഹമാണ്. ഈ ആദ്യമായിട്ട് പോലീസ് സുരക്ഷാ പോലീസിന് മുന്നേ സമാധാനമായി നടന്നുപോയി ആഹ്വാനം നടത്തുന്ന
കാഴ്ചകൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെയാണ് ഈ പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു വസ്തുത തെളിഞ്ഞു വരുന്നത്. കാരണം ഈ പോലീസുകാർ ഈ IP ബിനുവുമായിട്ട് വളരെ സൗഹാർദ്ദപൂർവ്വം സംസാരിച്ച് അദ്ദേഹത്തെ ആ ഒരു ED വാഹനത്തിനടുത്തേക്ക് കടത്തിവിടുകയും അദ്ദേഹത്തിന്റെ കയ്യിലൊരു കവർ ഇരിപ്പുണ്ട്, ഈ 1 രൂപയുടെ 2 രൂപയുടെ മറ്റേ പ്ലാസ്റ്റിക് കവർ പോലെ, അതിൽ നിന്നാണ് ഈ മുട്ട എടുത്തെറിയുന്നത്. മറ്റൊരു ഭാഗത്ത് ചിന്തിച്ച് നോക്കിയാൽ ഈ പിണറായി വിജയൻ്റെ ഈ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ മഞ്ഞ ഷർട്ടും ഇട്ട് കിടന്ന ബൗൺസർമാർ അന്ന് പിണറായി വിജയൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനോടും ഗൺമാനോടും ഒപ്പം ചേർന്ന് നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ചെടിച്ചട്ടി ഉപയോഗിച്ച് ഉള്ള ആ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപും ഗൺമാനായ ആനന്ദും സസ്പെൻഷനിലാണ്. അവരുടെ സാന്നിധ്യം ഈ പിണറായി വിജയൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായൊരു വീഴ്ചയാണ്. കാരണം പ്രോട്ടോകോൾ പ്രകാരം സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥൻ എന്ത് സുരക്ഷാ ചുമതലയുണ്ടോ ആ പ്രദേശത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവരുടെ സാന്നിധ്യം. ഇതിനകത്ത് ഒരു 2-3 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഇത്തരത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ CPM പ്രവർത്തകർ അല്ലെങ്കിൽ DYFI പ്രവർത്തകർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ സത്യം. രണ്ടാമത്തെ ഏറ്റവും വലിയ പാളിച്ചുണ്ടായിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുള്ള ഈ നിഷ്ക്രിയത്വമാണ്. കാര്യം ഇന്നലെ രാവിലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അത് സംസ്ഥാന പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ തുടക്കത്തിൽ ഇന്നലെ രാവിലെ ED പരിശോധന തുടങ്ങുമ്പോൾ പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വസതിക്ക് മുമ്പിൽ ഏകദേശം 50ഓളം പോലീസുകാർ മാത്രമാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് അവിടെ ഈ പ്രശ്നങ്ങൾ അവിടേക്ക് ആളുകൾ കൂടുതൽ വന്നു തുടങ്ങിയപ്പോഴാണ് വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരെ കൂടുതലായി വിന്യസിക്കുന്നത്. ഉച്ചയ്ക്ക് ഈ പ്രശ്നം നടക്കുമ്പോൾ മാത്രമാണ് 100ന് അടുപ്പിച്ച് സംഖ്യയിലേക്ക് പോലീസ് എത്തുന്നത്. ഇന്നിപ്പോൾ റവേഡ ചന്ദ്രശേഖർ രാവിലെ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരണം ആഭ്യന്തരമന്ത്രി തേടിയിരുന്നു. അതിനുശേഷം പുറത്തേക്ക് വന്ന DGP മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അവിടെ 300ഓളം പോലീസിനെ ഡിപ്ലോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ 300ഓളം പോലീസൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് നമ്മുടെ തത്വമയി പകർത്തിയ ദൃശ്യങ്ങളിലും അത് ഏറെക്കുറെ വ്യക്തമാണ്. തിരുവനന്തപുരത്തിന് പുറത്തുള്ളവരുടെ അറിവിന് വേണ്ടിയിട്ട് ഈ ബേക്കറി ജംഗ്ഷൻ എന്നുള്ള പ്രദേശത്തിന്റെ ചുറ്റുമായിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ, വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ, കണ്ടോൺമെന്റ്, ഫോർട്ട് പോലീസ് സ്റ്റേഷൻ, പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് ആംഡ് റിസർവ് പോലീസിന്റെ ഒരു ക്യാമ്പ് തന്നെ ഉള്ള നന്ദാവനത്ത് ആംഡ് റിസർവ് പോലീസിന്റെ തുമ്പത്താണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. 50ഓളം പോലീസുകാരുടെ കൃത്യമായിട്ടുള്ള കണക്ക്. ഫോഴ്സിനെ വിളിച്ചു വരുത്താൻ അധികം സമയമൊന്നും ഉണ്ടാവും. ഫോൺ കോളിന്റെ അപ്പുറത്ത് മിനിറ്റുകൾക്കുള്ളിൽ ഫോഴ്സിന് അവിടേക്ക് കടന്നു വരാമെന്നുള്ള പരിധിയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല ഇന്നലെ രാവിലെ ഈ സംഭവം നടന്നതുപോലെ ഈ പ്രദേശമാകെ മറ്റ് പൊതുജന സംവിധാനങ്ങൾക്ക് കടന്നു വരാത്ത രീതിയിൽ പോലീസ് ബാരിക്കേഡൊക്കെ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് അവിടേക്ക് വളരെ വേഗം എത്താമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പോലീസിനെ, ആവശ്യമായ പോലീസ് ഫോഴ്സിനെ അവിടേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇത് ഒരു ചെറിയ വിശദീകരണത്തിലൊന്നും ഒതുങ്ങുന്ന ചോദ്യമല്ല. പ്രത്യേകിച്ചും ഇത് ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കേന്ദ്രം തന്നെ നേരിട്ട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട്, അത് ഈ ആക്കാനും വേണ്ടി ഓക്കാനിക്കാനുള്ള റിപ്പോർട്ടല്ല, കൃത്യമായ റിപ്പോർട്ട്, വളരെ കൃത്യമായ പോയിൻറ്റ്സോടു കൂടിയുള്ള റിപ്പോർട്ട് തന്നെ സമർപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ വലിയ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവർ എങ്ങനെ നഗരമധ്യത്തിൽ ഇത്രയധികം സുരക്ഷ ആവശ്യപ്പെടുന്ന ഒരു സ്ഥലത്ത് തടിച്ചുകൂടി? അത് പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു അവസ്ഥയിൽ. കാരണം ഒരു പ്രക്ഷോഭം നേരത്തെ അനൗൺസ് ചെയ്തിരുന്നില്ല, ഒരു പോലീസിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നില്ല, ഒരു ജാഥ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഒന്നും പോലീസിനുണ്ടായിരുന്നില്ല. ഈ സനോജി പറഞ്ഞതുപോലെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചൊരു അവസ്ഥയിൽ അതെല്ലാം മറികടന്ന് ഈ ക്രിമിനലുകൾ എങ്ങനെ അവിടെ എത്തപ്പെട്ടു എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി പ്രസക്തമാണ് സനോജി. ഈ പോലീസുകാരുടെ ഈ ഒരു അലംഭാവം കൃത്യമായിട്ട് പോലീസ് അസോസിയേഷനിലൊക്കെ വളരെ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ഒരു സ്വാധീനം വളരെ വ്യക്തമാണ്. അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കില്ല. ഇന്നലത്തെ തന്നെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് വെറുതെ ഒരു അതിശയോക്തിയുടെ പുറത്ത് പറഞ്ഞതല്ല മനോജി. കാര്യം ഭരണമേ മാറിയിട്ടുള്ളൂ. പോലീസ് സംവിധാനം ഇപ്പോഴും പിണറായി വിജയൻ്റെ കയ്യിൽ തന്നെയാണ്. പോലീസിൻ്റെ ചരട് വലിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നും ഇപ്പോൾ മാറ്റിയിട്ടില്ല. കാര്യം ഭരണത്തിൽ ഏറിയിട്ട് 10-12 ദിവസം ആകുന്നേ ഉള്ളൂ പുതിയ ഗവൺമെൻറ്. ഒരു ഷഫളിംഗ് പോലും വന്നിട്ടില്ല. അപ്പോൾ പഴയ ഉദ്യോഗസ്ഥർ തന്നെയാണ് തലസ്ഥാനത്ത് തുടരുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ ഈ പറഞ്ഞ സ്റ്റേഷനുകളിലെ എല്ലാം AC-മാർ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവിടുത്തെ CI-മാർ ഉൾപ്പെടെ, SI-മാർ ഉൾപ്പെടെ താഴോട്ടുള്ള എല്ലാ പോലീസ് സേനാ വിഭാഗങ്ങളും പിണറായി വിജയന്റെ പോസ്റ്റിംഗ് ആണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കൂറ് അവർ ആ പഴയ മുതലാളിയോട് കാണിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചോദ്യം. ആ ചോദ്യം ശരിയാണെങ്കിൽ ഇത് വളരെ വലിയ വീഴ്ചയാണ്. കാര്യം ഇവിടെ നിഷ്പ്രഭമായി പോകുന്നത്
രമേശ് ചെന്നിത്തല എന്നൊരു ആഭ്യന്തരമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ഇരുന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ മറുഭാഗത്തിന് പറയാം. രണ്ടാമതൊരു കാര്യം, ഇത്തരത്തിലുള്ള പോലീസുകാർ ഈ പാർട്ടിയോട് കൂറു പുലർത്തി ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് വഴിയൊരുക്കി കൊടുത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനായി അലംഭാവം കാട്ടുന്ന, മനഃപൂർവ്വം കാട്ടുന്ന പോലീസുകാർ, അവരിൽ ആർക്കും ഇത്തരത്തിലൊരു സംഭവത്തിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടാത്തവരല്ല. കാരണം നിയമം പാലിക്കുന്നവരാണവർ, അല്ലെങ്കിൽ നിയമം പഠിച്ചവരാണവർ. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്വേഷണ ഏജൻസി, അതും സ്വതന്ത്ര പ്രവർത്തനാനുമതിയുള്ള ഇതിനെ ഒന്നുകൂടെ ഒന്ന് നമ്മൾ കീറിമുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇവർ ഇപ്പോൾ ഇതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്ന കുറേ പോയിന്റുകളുണ്ട്. ഈ ED ഇവിടുത്തെ സംസ്ഥാന പോലീസിനെയോ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയോ അറിയിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു റെയ്ഡിനെ സംബന്ധിച്ചെന്നുള്ളതാണ് ഇവർ പറയുന്ന പ്രധാന പരാതി. ഓക്കെ, ശരി, സമ്മതിച്ചു. രാവിലെ 6 മണിക്ക് റെയ്ഡ് തുടങ്ങുന്നു. 7 മണി 8 മണിയോടുകൂടി തന്നെ ഈ ഒരു റെയ്ഡ് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് എതിരെയുള്ള ഒരു പ്രതിഷേധം കനത്തു വരുന്നുണ്ട്. അതിനുശേഷം സംസ്ഥാന പോലീസിന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വരുന്നു, അവിടെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലഹള ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി പോലീസിന് ലഭിക്കുന്നു. അപ്പോഴും അതിനെ അവഗണിക്കുന്നു. അതിനൊക്കെ ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത്. ഏകദേശം 7-8 മണിക്കൂർ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് കേരള പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇതിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായ സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളത് നിസ്സാരമായ ഒരു ഒറ്റപ്പെട്ട സംഭവമായോ അല്ലെങ്കിൽ ഒരു പേപ്പർ കടലാസിൽ എഴുതി കൊടുക്കുന്ന എക്സ്പ്ലനേഷനോ അപ്പുറം വലിയ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ മറുപടി ആഭ്യന്തര വകുപ്പ് പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. ഈ ഒരു പ്രത്യേകിച്ചും ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അദ്ദേഹത്തിന്റെ മൗനം തുടരുന്നതോടുകൂടി ഇതിലെ ആകെ വെട്ടിലായി മാറിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയാണ്. കാരണം അദ്ദേഹത്തിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം. കാരണം മുഖ്യമന്ത്രിക്ക് തീർത്തും കൈയൊഴിയാവുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആഭ്യന്തരം അദ്ദേഹമല്ല നിയന്ത്രിക്കുന്ന സ്ഥലത്തില്ല. തന്നെയുമല്ല, രമേശ് ചെന്നിത്തല മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ആഭ്യന്തരം അദ്ദേഹമാണ് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്നത്, വിജിലൻസ് ഉൾപ്പെടെ. അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിലായിരിക്കും, മുഖ്യമന്ത്രിക്ക് മുൻപിലെത്തുന്നത്. ഒരുപക്ഷെ ഒരേ സമയത്ത് എത്തുമായിരിക്കും, മുഖ്യമന്ത്രി ഫസ്റ്റ് അമംഗ് ഈക്വൽസ് ആയതുകൊണ്ട്. പക്ഷേ അതേ സാഹചര്യത്തിൽ ആക്ഷൻ കൈക്കൊള്ളേണ്ട, തീരുമാനം എടുക്കേണ്ടത് രമേശ് ചെന്നിത്തലയായിരുന്നു. ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു സമ്പൂർണ്ണ പരാജയവും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോഴും പോലീസിൻ്റെ ഉള്ളിൽ തുടരുന്ന അവരുടെ ഒരു സർവാധിപത്യവുമാണ് ഇതിനെ ചൂണ്ടിക്കാട്ടുന്നതെന്നുള്ളതിൽ യാതൊരു തർക്കവും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മണ്ടത്തരം അവരെ കൊണ്ട് കൂടുതൽ കുഴിയിൽ ചാടിക്കുന്നു എന്നുള്ളൊരു സംഭവം കൂടിയായി ഇത് മാറിയിട്ടുണ്ട്. ഈ ഒരു പക്ഷേയെങ്കിൽ അല്പം ബുദ്ധിയോടെ പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ ഈ ലഹളയ്ക്കൊന്നും ഈ ഉദ്യോഗസ്ഥരെയൊന്നും ആക്രമിക്കാത്ത രീതിയിൽ വലിയ പ്രതിഷേധ സ്വരം ഉയർത്തിയെങ്കിൽ ഒരുപക്ഷെ കേരള ജനതയുടെ മനസ്സിൽ ഇന്നലെ പിണറായി വിജയൻ വീണ്ടും ഒരു ഹീറോ ആയി മാറി. അതെ, പക്ഷേ പിണറായി വിജയൻ മറ്റൊരു നേട്ടം ഇതിൽ നിന്ന് കൊയ്തിട്ടില്ല. ഇത് ഈ ഇത്തരത്തിൽ ED ഉദ്യോഗസ്ഥരെ ഒരു വശത്ത് ഈ ഗുണ്ടകളെ കൊണ്ട് ആക്രമിക്കുന്നു, അതിനുശേഷം ഒരു കലാപ ആഹ്വാനം അദ്ദേഹം നടത്തുന്നു. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരുപക്ഷെ ഇലക്ഷന് ശേഷം ഇന്നലെ ആദ്യമായി ഒരു ചിരി കണ്ടു. കുറച്ചുപേരെങ്കിലും എനിക്ക് വേണ്ടി ശബ്ദം വിളിക്കാനുണ്ടല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി കുറച്ചു ദിവസത്തേക്കെങ്കിലും ജില്ലാ കമ്മിറ്റികളിൽ എന്നെ പഴിചാരിയുള്ള തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യപ്പെടില്ലല്ലോ എന്നുള്ള കുറച്ചുപേർ ശബ്ദമുയർത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ വിപ്ലവം ഉണ്ടാക്കിയപ്പോൾ അത് പിണറായിക്ക് നേട്ടമാണോ അതോ കൂടുതൽ കോട്ടമാണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇപ്പോഴുള്ള സാഹചര്യം ശരിക്കും ഒരു നിഷ്പക്ഷമായി നമ്മളൊന്ന് ഇതിനെയൊന്ന് വിശകലനം ചെയ്താൽ ഈ ഒരു സാഹചര്യം എല്ലാം വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ പണ്ട് മദനി എങ്ങനെയായിരുന്നു, അബ്ദുൾ നാസർ മദനി എങ്ങനെയായിരുന്നു, ആ ഒരു തലത്തിലേക്ക് ഈ ആട് സിനിമയിൽ പറയുന്ന പോലെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഭീകരവാദികളായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ പോലും അറിയാതെ പിണറായി വിജയൻ അബ്ദുൾ നാസർ മദനി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കറുത്ത ടീഷർട്ട് ഇട്ട ബൗൺസേഴ്സ് അബ്ദുൾ നാസർ മദനിയോടൊപ്പം, മഞ്ഞ ടീഷർട്ട് ഇട്ട ബൗൺസേഴ്സ് പിണറായിയോടൊപ്പം. ഈ രക്ഷാപ്രവർത്തനം അവിടെയും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ടായിരുന്നു. പിണറായി വിജയനെ ഒരു വ്യക്തിപൂജയിൽ മാത്രം ആശ്രിതമായിട്ടൊരു പാർട്ടി മുഴുവൻ പ്രവർത്തിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ തുമ്പത്താണ് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളൊക്കെ അരങ്ങേറി. ഞാനൊന്ന് ചോദിക്കട്ടെ, നാളെ ഈ കേസെല്ലാം കൂടി ഇവിടുന്ന് അടപടലം പൂട്ടി ഡൽഹിയിലേക്ക് മാറ്റിയാൽ ആരുണ്ടാകും ഈ പിണറായി വിജയന്റെ രക്ഷയ്ക്ക്? ആരും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ പ്രശ്നം പിണറായി വിജയൻ പ്രതിഷേധിക്കാൻ പോയ MA ബേബിയുടെയും ജയിക്കിന്റെയൊക്കെ അവസ്ഥ ഇന്നലെ നമ്മൾ കണ്ടത്. അതെ, ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും അദ്ദേഹത്തിനെ മാനസികമായി ഒരുപക്ഷെ പൂർണ്ണമായും തളർത്തിയേക്കാവുന്ന സംഭവം ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ പ്രതിയല്ല ഇപ്പോൾ, അല്ലെങ്കിൽ സംശയിക്കുന്നവരുടെ പട്ടികയിലില്ല. പിണറായി വിജയൻ്റെ മകളാണ് സംശയിക്കുന്നവരുടെ പട്ടികയിലുള്ളത്, ചോദ്യം ചെയ്യുന്നത്, അവരുടെയാണ് ഫോണൊക്കെ പിടിച്ചെടുത്തത്. വീണ വിജയൻ എന്ന വ്യക്തി
ഡൽഹിയിൽ അറസ്റ്റിലാവുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ അവസ്ഥ എന്തായിരിക്കും? പിണറായി വിജയൻ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ഒക്കുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെ പോവും? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക വിജയം പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ പോലും വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി അതലപാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പോക്കിൻ്റെ വേഗം കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇവരുടെ ഈ IP ബിനുവിനെ പോലുള്ള ക്രിമിനലുകളുടെ, നേരത്തെ പറഞ്ഞ പോലെ സനോജി പറഞ്ഞ പോലെ തിരുട്ട് ഗ്രാമ ക്രിമിനലുകളുടെ ഒരു പ്രവർത്തന രീതി കൊണ്ട് നടക്കുന്ന IP ബിനുവിനെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ. അങ്ങനെയാണ് എനിക്കിതിനെ സംബന്ധിച്ച് തോന്നുന്നത്. എന്തായാലും ഈ കേസ് അത്ര പെട്ടെന്നൊന്നും ഒതുങ്ങിത്തീരില്ല. ഇല്ല. ഇപ്പോൾ ദൃശ്യം സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ അതെ, ഇത് അടുത്ത ഒരു ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡിലേക്ക് പോകുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സാഹചര്യമാണ് ഇന്നലെ സനോജി സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ പോലെ സ്വന്തം മകളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു അച്ഛനും ഒരു നിയമ സംവിധാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത്തരത്തിലുള്ള ട്രോളുകളൊക്കെ വന്നു തുടങ്ങി മാധ്യമങ്ങളിൽ വന്നു തുടങ്ങി. അതെ, എന്തായാലും ഇവിടെ അത്തരത്തിൽ സിനിമയിൽ കുറച്ച് നായകനായിരിക്കും വിജയം. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല, സംഭവിക്കണമെന്നില്ല. ഇല്ല, അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിൽ നായകനുമല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കഴിഞ്ഞ ഇലക്ഷനോട് കൂടി പിണറായി വിജയന്റെ ഒരു രാശിചക്രം ആകെ മാറിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തിരിച്ചടികളുടെയും തൊഴുത്തിൽ കുത്തുകളുടെയും കാലമാണ് വരാൻ പോകുന്നത്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അദ്ദേഹമായിട്ട് അത് കൂടുതൽ ആക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ അദ്ദേഹത്തോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, നന്ദി സനോജി. നമസ്തേ. നമസ്കാരം.